136 ദിവസങ്ങൾ കൊണ്ട് 4000-ലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സമാപിച്ചിരിക്കുന്നു. ബിജെപിക്കെതിരെ പ്രതിപക്ഷ മുന്നണി ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി നടത്തിയ യാത്ര എത്രമാത്രം വിജയം കണ്ടു, അതാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വികാരാധീനായാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. യാത്രയിൽ താൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയിൽ വെറുപ്പിനെതിരെയുള്ളൊരു യാത്രയാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചതെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ്റെ നിലപാട്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ചേരുന്നു. ബാലകൃഷ്ണൻ, എന്ത് തോന്നുന്നു, ഈ യാത്ര അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം കണ്ടു എന്ന് കരുതാനാകുമോ? സാറേ, കേൾക്കാമോ? കേൾക്കാം. സത്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഭാരതത്തിലുള്ള എല്ലാവരെയും ജനങ്ങളെ ഒന്നിപ്പിക്കുവാനാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തിയത്. പക്ഷെ കോൺഗ്രസിലെ നേതാക്കന്മാരെ തന്നെ പിടിച്ചു നിർത്താനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്കില്ല. ഇപ്പൊ കേരളത്തിലെ സ്ഥിതി എന്താ? തിരുവനന്തപുരത്ത് ഒരുപക്ഷെ അത്ഭുതം സംഭവിച്ചെടുക്കാൻ 2024 നമ്മുടെ ശശി തരൂർ സ്ഥാനാർത്ഥിയാളത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യത കാണുന്നത്. അനിൽ ആന്റണി എന്തായാലും സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇന്നെച്ചാൽ ജോഡോ യാത്ര നടത്തുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ് ജോഡോ യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇനി എന്ത് അഭ്യാസം കളിച്ചാലും രാജ്യത്ത് രക്ഷപ്പെടില്ല. പിന്നെ മോഡിക്ക് ജയിക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടി ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, CVC. അത് മാത്രമായിട്ട് മോഡിക്ക് 100 സീറ്റ് കൂടാൻ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പമ്പര വിഡ്ഢിത്തരത്തിലേക്കാണ് പോകുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിനെ നയിക്കുവാൻ പറ്റൂല. കോൺഗ്രസിനെ നശിപ്പിച്ചിട്ടേ അദ്ദേഹം പോകും. ഏതായാലും ഭാരത് ജോഡോ യാത്ര ലക്ഷ്യം കാണില്ല എന്നാണ് താങ്കളുടെ നിലപാട്, അല്ലേ? സഞ്ജയ് മുംബൈയിൽ നിന്ന് ചേരുന്നു. സഞ്ജയ്, എന്ത് തോന്നുന്നു, ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കമിടാൻ കോൺഗ്രസിന് ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ട് കഴിയും എന്നാണോ കരുതേണ്ടത്? ഹലോ, പറയൂ സഞ്ജയ്, എന്ത് തോന്നുന്നു, ഭാരത് ജോഡോ യാത്രയുടെ ഫലം എന്തായിരിക്കും? പരവൂരിൽ നിന്ന് കലാധരൻ ചേരുന്നു. കലാധരൻ, എന്ത് തോന്നുന്നു, ഭാരത് ജോഡോ യാത്രയുടെ ഫലം എന്തായിരിക്കും? സാറേ, വളരെ ശോചനീയമായിട്ടേ പറയാനുള്ളൂ കോൺഗ്രസിന്റെ അവസ്ഥ കാണുമ്പോൾ. അല്ല, കോൺഗ്രസിന് ഒരു പുതിയ ഊർജ്ജം കിട്ടിയില്ലേ? ഇത്രയും വലിയൊരു യാത്ര 4000 കിലോമീറ്റർ നടന്ന് രാഹുൽ ഗാന്ധി ശ്രീനഗറിൽ എത്തുമ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാനാകുമോ കലാധരൻ? ഒരിക്കലുമില്ല, അങ്ങനെയില്ല. ജനങ്ങളുടെ കൂട്ടായ്മ, ജനങ്ങൾ ഓടിക്കൂടുന്നുണ്ട്. കോൺഗ്രസിൽ ഇന്ന് നേതാക്കളേ ഉള്ളൂ, അണികളില്ല. പക്ഷേ ഭാരത് ജോഡോ യാത്രയിലേക്ക് ജനങ്ങൾ ഇറമ്പി കയറിയത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ്. മീഡിയ അത് കവറേജ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും 18 ചാനൽ അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല കേട്ടോ, എനിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ രാഷ്ട്രീയം സത്യത്തിൽ കണ്ടോ, ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു, അത് നമ്മൾ കൂട്ടാക്കില്ല. BJP എങ്ങനെയെങ്കിലും വളർന്നു കയറി എന്താണ് അവർ ചെയ്യുന്നത്, എന്താ ഭരിക്കുന്നത്, എന്താണ് ഉദ്ദേശം, അതിനെക്കുറിച്ച് പറയാനായിട്ടും ഏതായാലും കോൺഗ്രസിന് ഒരു ശക്തിയായി വരാൻ കഴിയും എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കുവച്ചതിന്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് രവീന്ദ്രൻ വിളിക്കുന്നു. രവീന്ദ്രൻ, വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധിക്കാകും എന്ന് കരുതാനാകുമോ? എന്റെ സാറേ, ഇതുപോലെ എത്ര വെള്ളം ഒഴുകി പോയതായി പുഴയെ കൂടെ. അതുപോലെ ഇത് ഒഴുകിപ്പോകും എന്നാണോ രവീന്ദ്രൻ പറയുന്നത്? എന്റെ സാറേ, ഇത് കൂടുതൽ വെള്ളമൊക്കെ നമ്മൾ ഈ ചെറുക്കൻ കാണിക്കുന്ന എല്ലാം കണ്ടതല്ലേ. നമ്മുടെ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയിട്ട് എന്നാ കാണിച്ചത് ഇവിടെ, എന്നാ ചെയ്തത്? ഇതല്ലേ അവസ്ഥ. ഈ പുള്ളിയെ പിടിച്ച് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാലുള്ള അവസ്ഥയെ പറ്റി സാറും ആലോചിക്കുക. 10-60 കൊല്ലം പരിച്ച് കുട്ടിച്ചോറാക്കി കട്ടും കുടിച്ച് ഈ ബാക്കി ഇനി ആരെങ്കിലും കയറ്റുമോ? പിന്നെ ഇവിടെ കുറെ ചാനലുകാരും ഉള്ള എല്ലാവരും കൂടെ കുളിച്ച് പറഞ്ഞ് ആ BJP താറടിക്കുന്നതല്ല. ഇതൊന്നും ജനങ്ങൾ ഏക്കില്ല. ഈ കേരളത്തിൽ കുറെ പേർക്ക് ഏക്കുമെന്ന് മാത്രമുള്ളതല്ലാതെ ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഏക്കില്ല സാറേ. ചുമ്മാ ഈ കാശും മേടിച്ചിട്ട് കോർപ്പറേറ്റുകളെ കുറെ നടന്ന് ഈ കാശും മേടിച്ചോണ്ട് BJP തകർക്കാൻ വേണ്ടി ഇവിടുത്തെ കുറെ ചാനലുകാർ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ഇതുകൊണ്ട് ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മുരളീധരൻ ചേരുന്നു. മുരളീധരൻ, വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലെ? അവിടെ നിങ്ങളുടെ MP കൂടിയാണ് രാഹുൽ ഗാന്ധി. അതെ അതെ. എന്തു തോന്നുന്നു, അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് മാസങ്ങൾ എടുത്താണ് കശ്മീരിൽ എത്തിയത്. അവിടെ അദ്ദേഹം നമ്മുടെ ദേശീയ പതാക ഉയർത്തി വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് കോൺഗ്രസ് ഇത്തരം ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ രാഷ്ട്രീയ പരിണിത ഫലം? അല്ല, അദ്ദേഹം കാശ്മീരിൽ രാഷ്ട്രീയ പതാക ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് മോഡിയല്ലേ?
അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP നേതാക്കൾ കാശ്മീരിൽ കൂടി നടക്കില്ലെന്ന്. കാശ്മീരിൽ കഴിഞ്ഞ 10-50 വർഷത്തിന് ശേഷം കാശ്മീരിലെ ജനജീവിതം സാധാരണഗതിയിലേക്കാക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം ഈ 134 ദിവസം കൊണ്ട് 3500 ചില്ലറ കിലോമീറ്റർ സഞ്ചരിച്ച് കാശ്മീരിലെത്തിയെങ്കിൽ അവിടുന്ന് ഒരു പ്ലെയിൻ പിടിച്ച് നേരെ കന്യാകുമാരിക്ക് വരുന്നതായിരിക്കും. അദ്ദേഹം തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ നാശത്തിന്, അതായത് കോൺഗ്രസ് മുക്ത ഭാരതം. ഇപ്പൊ തന്നെ AK ആന്റണിയുടെ മകൻ രാജിവെച്ചു. ഇദ്ദേഹത്തിന്റെ യാത്രാ സമയത്ത് തന്നെയാണ് ഗുജറാത്തില് ഈ 76 സീറ്റോ മറ്റോ ഉണ്ടായിരുന്നിടത്ത് അത് 16ലേക്ക് താഴ്ന്നത്. ഈ യാത്ര കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനം കിട്ടിയെന്നാണ് രാഹുൽ ഗാന്ധിയും മറ്റു കോൺഗ്രസുകാരും പറയുന്നത്. ഇന്ന് പിന്നെ അതില്ലെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഇദ്ദേഹത്തെ തൂത്തെറിയാൻ പോവുകയാണ്, BJPയെ തൂത്തെറിയാൻ പോവുകയാണെന്ന്. അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു കോൺഗ്രസിനോട് നശിച്ച ഒരു പ്രസ്ഥാനം വേറെ ഇല്ലെന്ന്. ആര് വിചാരിച്ചാലും, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ലെന്നുള്ള കാര്യം വളരെ ശരിയാണ്. മഹാത്മജിയെ പറഞ്ഞതിനെ എതിർത്ത് മഹാത്മജിയുടെ വാക്ക് കേൾക്കാത്ത കോൺഗ്രസ് നേതൃത്വം ഈ 2023 തവിടുപൊടി തരിപ്പണാവും. വളരെ നന്ദി ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കുവച്ചതിന്. അക്ബർ അലി പാലക്കാട് നിന്ന് വിളിക്കുന്നു. അക്ബർ അലി, എന്ത് തോന്നുന്നു? പുതിയ രാഷ്ട്രീയ കാറ്റ് വീശും രാജ്യത്ത് എന്ന് കരുതാനാകുമോ? മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നു. മുഹമ്മദ്, എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രീയ കാറ്റ് മാറും എന്ന് തോന്നുന്നുണ്ടോ? ഒരു തോന്നലുമില്ല. എന്ത് സംഭവിക്കും? നമസ്കാരം സാറേ. ദേശവ്യാപകമായി എന്ത് സംഭവിക്കും? അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതിന് ബഹുമാന്യ രാഹുൽ ഗാന്ധിനെ നടത്തിച്ച് ഇറങ്ങാറാക്കി കൊണ്ടുനടന്നു. അതിന്റെ അടിയിൽ അവര് പല സ്ഥലത്തും അടിപിടിയായിട്ട് പോലും നടക്കണം. കുറെ ആള് രാജ്യം വെച്ചിട്ട്. അപ്പൊ അതിലൊന്നിച്ച് വന്നാൽ എല്ലാവരും പാടെ കൂടിക്കാണ്ടല്ലേ അതൊക്കെ രക്ഷയില്ല എന്നാണ് മുഹമ്മദ് കരുതുന്നത്. വളരെ നന്ദി മുഹമ്മദ്, അങ്ങയുടെ അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. കൊല്ലത്ത് നിന്ന് രഘുനന്ദൻ ചേരുന്നു. രഘുനന്ദൻ, ഭാരത് ജോഡോ യാത്ര കൊല്ലം വഴിയൊക്കെ പോയതല്ലേ, എന്ത് തോന്നുന്നു? ഈ യാത്രയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്നാണോ കരുതേണ്ടത്? അതായത് ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, എങ്കിൽ പോലും കോൺഗ്രസ് ഇവിടെ നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഇവിടുന്ന് യാത്ര തുടങ്ങിയ കാലം തൊട്ട് തീരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് കൊഴിഞ്ഞുപോക്കൽ നടന്നു കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് കോൺഗ്രസിൽ നല്ലൊരു ലീഡർഷിപ്പ് ഇല്ല. ഇപ്പൊ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഇല്ല, കേന്ദ്ര ലെവലിലും ഒരു ലീഡർഷിപ്പ്, നല്ലൊരു ലീഡർഷിപ്പ് ഇല്ല. അത് മാത്രമല്ല ഒരു കൂട്ടായ്മ ഇല്ല. കാര്യം ഇപ്പോൾ ആ വേദിയിൽ, ആ സമാപന സമയത്ത് തന്നെ ആ വേദിയിൽ ഇരുന്നവര് തന്നെ പരസ്പരം എല്ലാം വ്യത്യസ്ത നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. കോൺഗ്രസിന് അതുകൊണ്ട് ഒരു പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കൂട്ടായ്മ BJP എതിർക്കാൻ ഉണ്ടാകില്ല എന്നാണ് അങ്ങ് കരുതുന്നത് അല്ലേ? പ്രതിപക്ഷ കൂട്ടായ്മ ലീഡർഷിപ്പ് വേണം, എന്നാലല്ലേ ലീഡർഷിപ്പ് ഇല്ല. നിൽക്കാൻ പറ്റും. വളരെ നന്ദി രഘുനന്ദൻ ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയകുമാർ, എന്ത് തോന്നുന്നു? ഒരു പുതിയ രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നടത്തുന്നു, അത് എത്രമാത്രം വിജയം കാണും എന്നാണ് കരുതേണ്ടത്? നമസ്കാരം. 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 ഈ ജനങ്ങളെ സംബന്ധിച്ചും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ 10-12 പാർട്ടി ഇതിനോട് അനുകൂലിച്ച് വന്നിരിക്കുന്നത്. ഇത് മാറി നിന്ന പാർട്ടികളെല്ലാം ഇപ്പൊ അനുകൂലിച്ച് വന്നൊക്കെയല്ലേ. അപ്പൊ ഇടതുപക്ഷത്തിനോ BJPക്കോ ആണെങ്കിൽ ഇത് യാത്ര ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് എന്തെല്ലാം പറയാക്കോ അത്രയും. ഈ നശിച്ച രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സകല പാർട്ടിയും കൂടി ഈ ഭാരത് ജോഡോ യാത്ര നടത്തുന്നത്. പിന്നെ ഇവിടുന്ന് പലരും പോയെങ്കിലും തിരിച്ചു വന്നതിനെ പറ്റി ആരും പറയുന്നില്ല. ഇന്ന ആള് കോൺഗ്രസിലോട്ട് തിരിച്ചു വന്നു, ഇത് ഈ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ പാർട്ടിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടോ നമുക്ക് അറിയാവുന്നതാണ്. അതിനെപ്പറ്റി ആരും പറയാനില്ലല്ലോ, പോയതിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ. ഈ അനിൽ ആന്റണി ആരാണ്? ആന്റണി സാറിന്റെ കെയർ ഓഫില് ഒന്നുമില്ലാതെ അവിടെ ചെന്ന് ആർക്കും താല്പര്യമില്ലാത്ത ഒരു പാർട്ടി. ഇയാൾ അന്നേ BJP പോകാൻ ആന്റണി സാർ പോയില്ലേ മാർക്സിസ്റ്റ് പാർട്ടിയിലോട്ട്. അതുകൊണ്ട് അയാളെ സപ്പോർട്ടോടുകൂടി തന്നെ ഇയാൾ നിൽക്കുന്നത്. അത് ശരി. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. മലപ്പുറത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. എന്താണ് പേര്? സിതൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. സിതൻ, എന്ത് തോന്നുന്നു? എന്താണ് സിതന്റെ അഭിപ്രായം? നമസ്കാരം സാർ. പിന്നെ ഭാരത് ജോഡോ യാത്ര അവരുടെ ലക്ഷ്യം കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദേശീയാടിസ്ഥാനത്തിൽ ഒരു മുന്നണി രൂപീകരിച്ചു വരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ദേശീയാടിസ്ഥാനത്തിലെ ഒരു മുന്നണി രൂപീകരിക്കാൻ ഈ
കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കാരണം ത്രിപുര തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ മുന്നണി സംവിധാനത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇവരുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് ഓരോ സംസ്ഥാനത്തെ അണികൾ നിൽക്കുന്നില്ല. ഇവരുടെ രണ്ടാം നിര നേതാക്കള് ഓരോ അവസരത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ ഒരു മുന്നണി അങ്ങനെ പ്രായോഗികമല്ല എന്നാണ് താങ്കൾ പറയുന്നത്. വളരെ നന്ദി ഈ അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നു, സുധീഷ്. സുധീഷ്, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കടമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്, കണ്ണൂര്. എന്ത് തോന്നുന്നു സുധീഷ്, നമ്മുടെ കണ്ണൂരിലേക്കൊന്നും ഭാരത് ജോഡോ യാത്ര വന്നില്ല? ഇല്ല, യാത്ര കൊണ്ടൊന്നും കാര്യമില്ല. അടുത്ത ഇലക്ഷനും BJP വരും. പ്രതിപക്ഷം അത്ര സ്ട്രോങ് ഒന്നുമല്ല, അതിലൊരു സംശയമില്ല. ഈ യാത്ര കൊണ്ട് ചില കൂട്ടർക്ക് കൊളസ്ട്രോൾ ഷുഗറും കുറഞ്ഞു, അത്ര തന്നെ മാത്രം. അല്ലാണ്ട് ഒരു കാര്യവും ഈ യാത്ര കൊണ്ട് ദേശവ്യാപകമായി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കുറയും എന്ന് മാത്രമാണ് അങ്ങ് കാണുന്ന ഒരു കാര്യം അല്ലേ ഭാരത് ജോഡോ യാത്ര കൊണ്ട്? വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ബാബു കൊല്ലത്ത് നിന്ന് ചേരുന്നു. ബാബു, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്ത് കാട്ടക്കട. ആഹാ, എന്ത് തോന്നുന്നു ബാബു, ഒരു രാഷ്ട്രീയ മാറ്റം രാജ്യത്ത് സാധ്യമാകാൻ സാധ്യതയുണ്ടോ? ഒരു കാര്യത്തുമില്ല. കാരണം ചോദിച്ചാൽ അതാ ഭാരത് ജോഡോ യാത്ര വിജയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നൊന്ന് മത്സരിച്ച് ജയിച്ച് കാണിക്കട്ടെ. പിന്നെ രണ്ടാമത് അമിത്ഷായെ വെല്ലുവിളിച്ചു. ഈ കോൺഗ്രസ് നിമിത്തമാണ് നമുക്ക് കാശ്മീർ പോകാൻ പോയത്. ഏതായാലും പോയില്ല, നല്ല കാര്യം. ഇപ്പം 22,000-ഓളം കാശ്മീരി പണ്ഡിറ്റുകളെ തിരിച്ച് അവിടെ കൊണ്ട് താമസിച്ച് അവരുടെ സ്ഥലം തിരിച്ചു പിടിക്കുകയാണ്. ഇവര് വെട്ടിപ്പിടിച്ച സ്ഥലങ്ങൾ ഇപ്പൊ നോക്കിയേ. കാശ്മീരിൽ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് വന്നവരാരൊക്കെയാ? എല്ലാ കാശ്മീരിന്റെ പാർട്ടികളും ഉണ്ട്. അവർക്ക് എന്തുവാ, രണ്ടാമത് ആർട്ടിക്കിൾ 370 കൊണ്ടുവരണം, അവരുടെ സ്ഥലം ഇനി ആരും വാങ്ങിക്കരുത്, അങ്ങനെയുള്ള ഇതില്. പക്ഷെ അത് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ BJP. തിരിച്ച് പിന്നെ കാശ്മീരി പണ്ഡിറ്റുകൾ ഏതാണ്ട് 30% വരുന്ന പണ്ഡിറ്റ് കുറേശ്ശെ അവരെ തിരിച്ചു വിളിച്ചോണ്ടിരിക്കുകയാണ്. വളരെ നന്ദി, സപ്പോർട്ട് ചെയ്യാതെ. ഏതായാലും വളരെ നന്ദി സുധീഷ് ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഈ പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഈ ചർച്ച അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം തുടരും. പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ഭാരത് ജോഡോ യാത്ര അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം കണ്ടോ എന്നായിരുന്നു പൊതുവേദി ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നും ജാഫർ ചേരുന്നു. ജാഫർ, വയനാട്ടിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? വയനാട് മേപ്പാടി റിപ്പൺ മൂപ്പൈനാട് പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഭാരത് ജോഡോ യാത്രയെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ അല്ലെങ്കിൽ വയനാടിന്റെ MP ആണ് ഇത്തരത്തിൽ ഒരു യാത്ര? ഞങ്ങളുടെ MP ആണ് ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് ഇന്ന് രാഷ്ട്രത്തെ മുഴുവൻ ഈ രാഷ്ട്രം അനുഭവിക്കുന്ന പ്രതിസന്ധിയെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ച് ഇന്ന് ഇപ്പോൾ സമാപനത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ രാഷ്ട്രപിതാവിനെ തന്നെ വധിച്ച ഗോഡ്സെയുടെ ആ രാഷ്ട്രീയത്തിനെതിരെ അവരിന്ന് ആ രാഷ്ട്രീയം ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു ഉത്ബോധനവുമായി ഇന്ന് എത്തുകയും അവിടെ ഈ ദിവസം തന്നെ ഇന്ന് ഈ നമ്മുടെ 75 അപ്പൊ ഈ യാത്ര അതിന്റെ ഫലം കാണും എന്നാണ്, രാഷ്ട്രീയമായ ലക്ഷ്യം കണ്ടു എന്നാണ് തീർച്ചയായും. കോൺഗ്രസിന് ദേശീയ തലത്തിൽ ആ ശക്തിയില്ല എന്ന് പറയുന്നവരോട് വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഈ സംഘപരിവാര പരിവാർ രാഷ്ട്രീയത്തിന് എതിരായി നിൽക്കുന്ന പല കക്ഷികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രാഹുൽ ഗാന്ധി കഴിയും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്. വളരെ നന്ദി ജാഫർ അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചതിന്. പാലക്കാട് നിന്ന് ബാലചന്ദ്രൻ വിളിക്കുന്നു. ബാലചന്ദ്രൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? റെയിൽവേ കോളനിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത് തോന്നുന്നു ബാലചന്ദ്രൻ? എന്റെ അഭിപ്രായത്തിൽ ഇയാൾ ഈ യാത്ര ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം വേറൊന്നല്ല, ഇങ്ങേര് ഈ കാശ്മീരിൽ പോകാൻ പറ്റിയത് എപ്പോഴാണ്? ഇപ്പോഴല്ലേ? ഇതിനു മുമ്പ് ഇവരെല്ലാരെയും കാശ്മീരിൽ പട്ടാളക്കാർക്കടക്കം പോകാൻ പറ്റാണ്ട് കല്ലെറിഞ്ഞ് നശിപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ കണ്ടീഷനിൽ ഇവര് ജോഡോ നടത്തുന്നത് ആദ്യം ദേശീയത കൈവരിക്കണം. വിമർശനം അല്ലേ? അതെ, ദേശീയത കളഞ്ഞു കുടിച്ചു. വിഘടനവാദികൾക്കും മറ്റവർക്കും വിടുപണി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കോൺഗ്രസ് ചെയ്യുന്നത്. ഗാന്ധിജിയെ അവര് കൊലയ്ക്ക് കൊടുക്കുകയാണ് അവര്. വളരെ നന്ദി ബാലചന്ദ്രൻ ഞങ്ങളോടൊപ്പം റെയിൽവേ കോളനിയിൽ നിന്ന് ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ശശിധരൻ ചേരുന്നു. ശശിധരൻ, എന്ത് തോന്നുന്നു, ഭാരത് ജോഡോ യാത്ര എന്ത് രാഷ്ട്രീയ മാറ്റം രാജ്യത്തുണ്ടാക്കും? ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് വേണ്ടത് രാജ്യത്തെ വിഭജിക്കുക എന്നുള്ളത് മാത്രമുള്ള ഒരു ചിന്ത. അത് മാറ്റം വരണം നമുക്ക്.
വളരെ നന്ദി ശശിധരൻ അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചതിന്. കൊല്ലത്ത് നിന്ന് ഗോപകുമാർ ചേരുന്നു. ഗോപകുമാർ, എന്തു തോന്നുന്നു? എന്തായിരിക്കാം ഭാരത് ജോഡോ യാത്രയുടെ പരിണിത ഫലം? ആദ്യമായിട്ട് പൊതുജന അഭിപ്രായം തേടുന്നതിന് ചാനലിന് ആദ്യം നന്ദി പറയുകയാണ്. ഇത് ഏറ്റവും വലിയൊരു തമാശയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 60 വർഷം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചതാണ്. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തത്തിൽ കണ്ടതാണ്. അഴിമതിയിൽ മുങ്ങിയ കോൺഗ്രസ്, ബോർഡർ സ്റ്റേറ്റുകളിലാണെങ്കിൽ മതാധിഷ്ഠിതമായിട്ടുള്ള സ്റ്റേറ്റുകൾ നിലവിൽ വന്നു. അതേതൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പം അതുമല്ല, ബാലാക്കോട്ട് അറ്റാക്ക് നടന്നപ്പം ഒരു ബാലിശമായ ചോദ്യം അദ്ദേഹം ചോദിച്ചത്. അതിന് പട്ടാളക്കാർ അത് ഭീകരർ മരിച്ചതിന് തെളിവെന്താണോ, എത്ര പേര് മരിച്ചതിന് തെളിവെന്താണോ, ഇങ്ങനെ ബാലിശമായ രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ കഴിയില്ല എന്നാണ് അങ്ങ് കണക്കാക്കില്ല. അതെ അതെ, വളരെ വളരെ നന്ദി അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചതിന്. അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ നമ്മളിപ്പം ചേരുന്നു. അബ്ദുൾ റഹ്മാൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സുരേന്ദ്രൻ അയ്മനത്ത് നിന്ന് വിളിക്കുന്നു. സുരേന്ദ്രൻ, എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം? ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനല്ലാതെ ഒരു ശക്തിക്കും സാധ്യമല്ല. BJP അല്ല ഒരു താൽക്കാലിക ഒരു പ്രതിഭാസം മാത്രമായിട്ട് നിൽക്കുന്നു. ഒരു കാരണവശാലും BJP അധികാരത്തിൽ മുന്നോട്ട് പോകാൻ 2024 സാധിക്കത്തില്ല. കോൺഗ്രസിന് ഒരു ശക്തിയായി വരാൻ കഴിയുമെന്നാണ് അങ്ങ് പ്രവചിക്കുന്നത്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. പാലക്കാട് നിന്ന് കൃഷ്ണകുമാർ വിളിക്കുന്നു. കൃഷ്ണകുമാർ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് അകത്തേത്തറയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത് തോന്നുന്നു? എന്ത് രാഷ്ട്രീയ മാറ്റമുണ്ടാക്കും ഭാരത് ജോഡോ യാത്ര? ഭാരത് ജോഡോ യാത്ര തന്നെ നടന്നിട്ട് കൊടിയും പിടിച്ച് കാശ്മീരിൽ നടക്കാൻ വയ്യാത്ത ആളുകള് പാർട്ടികള് ഇപ്പം കൊടിയെങ്കിലും പിടിച്ച് നടക്കാൻ സൗകര്യം ഉണ്ടാക്കി തന്ന BJPക്ക് ഒരു പടി കൂടെ മുന്നോക്കം പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. വളരെ നന്ദി കൃഷ്ണകുമാർ ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ നമ്മൾക്കൊപ്പം ചേരുന്നു. മജീദ് എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. മജീദ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ സാർ. എന്ത് തോന്നുന്നു? ദുബൈയിൽ നിന്ന് ഈ ഭാരത് ജോഡോ യാത്രയുടെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടോ? എത്ര കാലമായി നാട്ടിൽ വന്നിട്ട് മടങ്ങി വന്ന്? ഞാനിപ്പോ ഒരു 1.5 വർഷമായി. 1.5 വർഷമായി നാട്ടിൽ വന്നിട്ട് അല്ലേ? അതെ. ഇനി എന്നാണ് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്? ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. ബാധ്യതകൾ തീർന്നു വരും. ഏതായാലും ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയുന്നു എന്നതിൽ സന്തോഷം. എന്ത് തോന്നുന്നു? വലിയൊരു രാഷ്ട്രീയ മാറ്റം ഇന്ത്യയിൽ ഉണ്ടാകുമോ? ഇൻഷാ അല്ലാഹ് ഈ ജോഡോ യാത്ര കൊണ്ട് ഒരു മാറ്റം ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. ഒരു ചെറിയൊരു പ്രതീക്ഷ കാണുന്നുണ്ട്. തീർച്ചയായും സംഘപരിവാറുടെ കരങ്ങളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കും എന്നൊരു ശുഭ പ്രതീക്ഷ യാത്രയെ കൊണ്ട് ഉദ്ദേശിക്കുന്നു. വളരെ നന്ദി. ദുബായിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്ത മജീദ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. ജാഫർ എന്നല്ലേ പേര് പറഞ്ഞത്? ജാഫർ, എന്ത് തോന്നുന്നു? വലിയ ഒരു മാറ്റത്തിന് ഭാരത് ജോഡോ യാത്രയ്ക്ക് കാരണമാകാൻ കഴിയുമോ? ഇല്ല, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. കൊളസ്ട്രോൾ ഒക്കെ കുറഞ്ഞ് BP ഒക്കെ നോർമലൈസ് ചെയ്യാൻ ഈ യാത്ര കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിനകത്ത് കംപ്ലീറ്റ് ഇപ്പൊ ശത്രുക്കളൊക്കെ ഭയങ്കരമായിട്ട് അകത്തും വെളിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ഭരണാധികാരം വേണം. ആരോ ഭരിക്കട്ടെ, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തി ഇന്ന് നമ്മുടെ രാജ്യം ഇന്ന് വളരെ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും നമുക്ക് ശക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ രാജ്യം അവർക്ക് തന്നെ ഭരിക്കണം. ഈ കുട്ടി ഇത് രാഹുലിനെ കൊണ്ടൊന്നും ഒക്കത്തില്ല. അത് കാരണം ഇപ്പോഴത്തെ ഈ രീതി രാഹുൽ ഗാന്ധി ഒരു കുട്ടിയാണോ? അദ്ദേഹം 50 കഴിഞ്ഞ പ്രായമുള്ള ഒരാളല്ലേ? കുട്ടി എന്ന് വിളിക്കാൻ കുട്ടിയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം കൊള്ളാം, അദ്ദേഹം നല്ല സത്യസന്ധനാണ്, ആത്മാർത്ഥയൊക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൽ. വളരെ നന്ദി ജാഫർ, തിരുവനന്തപുരത്ത് നിന്ന് അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. ഹുസൈൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. ഹുസൈൻ, എന്താണ് ഹുസൈൻ്റെ ഒരു അഭിപ്രായം? ഒരു ശക്തമായ ഒരു പ്രതിപക്ഷ മുന്നണി BJPക്കെതിരെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം 60 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സൂചനയാണിത്. കാരണം ഒരുപാട് മാറ്റങ്ങളും നമുക്ക് നാട്ടിൽ വരുത്താനുണ്ട്. അത് പൂർവികരായ ഗാന്ധിജി അടക്കമുള്ളവരുടെ നേട്ടങ്ങളും നമുക്കിതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്.
നല്ലൊരു മാറ്റം കേരളത്തിലും ഇന്ത്യയിലും നടക്കുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കുവച്ചതിന്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. പേരെന്താണെന്ന് പറഞ്ഞത്? പ്രജീഷ് അല്ലേ? റിജേഷ്. മനോജ് നമുക്കൊപ്പം ചേരുന്നു. മനോജ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊഴിഞ്ഞാമ്പാറ. പാലക്കാട് ജില്ലയിൽ നിന്നാണ് അല്ലേ? മനോജ് കൊഴിഞ്ഞാമ്പാറ. മനോജിന് എന്ത് തോന്നുന്നു? കൊഴിഞ്ഞാമ്പാറയിൽ ആളുകളൊക്കെ എന്താണ് പറയുന്നത്? ഭാരത് ജോഡോ യാത്ര ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും സുഖം. ഭാരത് ജോഡോ യാത്ര കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. BJP സർക്കാർ തന്നെ വരും കേന്ദ്രത്തിൽ. അന്ന് നല്ലൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് തന്നെ നരേന്ദ്രമോദി ഭരിക്കണം. ഒരു കുഴപ്പമില്ല. രാഹുൽ ഗാന്ധിയെ കൂടെ ഒരു കഴിവില്ല. അത് ശരി. അപ്പം മനോജ് കരുതുന്നത് ഇന്ത്യയിൽ വീണ്ടും BJP സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നാണ്. ഈ ഭാരത് ജോഡോ യാത്ര ലക്ഷ്യം കാണില്ല എന്നാണ്. ഏതായാലും ഭാരത് ജോഡോ യാത്ര ലക്ഷ്യം കാണുമോ എന്നായിരുന്നു പൊതുവേദി ചർച്ച ചെയ്തത്. പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പൊതുവേദിക്കൊപ്പം പങ്കുവച്ചത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നന്ദി.